നാലാഞ്ചിറയിൽ ഭാര്യയെ ഭർത്താവ് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കുടുംബകലഹവും ഭർത്താവിന്റെ സംശയരോഗവുമാണ് ഹസീനയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതേസമയം തങ്ങളുടെ അച്ഛനുമായി പിണങ്ങി വീട് വിട്ടുപോയ അമ്മ ഇന്നലെ തിരിച്ചെത്തിയതിനെ തുടർന്ന് ആ കുട്ടികൾ സന്തോഷത്തിലായിരുന്നു. സ്കൂളിൽ പോകാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു ആ 4 പേരും. അമ്മ വീട്ടിൽ ഇല്ലാത്തതിനാൽ സ്കൂൾ തുറന്നിട്ടും അവർ സ്കൂളിൽ പോയിരുന്നില്ല. എന്നാൽ ഇന്ന് പുലർച്ചെ അവർക്ക് മുന്നിലിട്ടാണ് പിതാവ് അമ്മയെ ദാരുണമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. അമ്മ വീട്ടിൽ ഇല്ലാതിരുന്നതിനാൽ സ്കൂൾ തുറന്നിട്ട് ഇതുവരെ കുട്ടികൾ സ്കൂളിൽ പോയിരുന്നില്ല. ഇന്നു മുതൽ ഇവർ സ്കൂളിൽ പോകാനിരിക്കുകയായിരുന്നു. പുലർച്ചെ ബഹളം കേട്ടാണ് ആ 4 പേരും ഉണർന്നത്. മുകൾ നിലയിലെ മുറിക്കുള്ളിൽ ചോരയിൽ കുളിച്ച് അമ്മ കിടക്കുന്നത് കണ്ട് കുട്ടികൾ ഞെട്ടിപ്പോയി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ് അമ്മയെ അച്ഛൻ കൊന്ന വിവരം പോലീസിൽ വിളിച്ച് പറഞ്ഞത്. മണക്കാട് സ്വദേശി ഹസീനയാണ് കൊല്ലപ്പെട്ടത്. 40 വയസ്സായിരുന്നു. ഭർത്താവ് ഈ ഒരു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയിരിക്കുകയാണ്. വട്ടിയൂർക്കാവ് സ്വദേശിയായ സുരേഷാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. നാലാഞ്ചിറയിലെ വാടക വീട്ടിൽ ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് കൊലപാതകം നടന്നത്. ദമ്പതികൾക്കിടയിൽ കാലങ്ങളായി നിലനിന്നിരുന്ന കുടുംബ വഴക്കും സംശയരോഗവുമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. സുരേഷും ഹസീനയും 4 മക്കളും 4 മാസം മുൻപാണ് നാലാഞ്ചിറയിലെ ഈ വാടക വീട്ടിൽ താമസത്തിനെത്തുന്നത്. ഈ കുടുംബത്തിന് നാട്ടുകാരുമായോ അയൽവാസികളുമായോ യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല. കുറച്ചുനാൾ മുൻപ് ഹസീനയെ കാണാതായിരുന്നു. പിന്നീട് കഴിഞ്ഞ ആഴ്ചയാണ് ഇവർ തിരികെ വീട്ടിലെത്തിയത്. ഹസീന തിരിച്ചെത്തിയത് മുതൽ ഇരുവരും തമ്മിൽ വീണ്ടും തർക്കങ്ങൾ പതിവായിരുന്നു. ബുധനാഴ്ച രാവിലെയും സുരേഷും ഹസീനയും തമ്മിൽ വഴക്കുണ്ടായി. പിന്നാലെ കത്തി ഉപയോഗിച്ച് സുരേഷ് ഹസീനയുടെ കഴുത്ത് അറുത്തു. ശേഷം ശുചിമുറിയിൽ കൊണ്ടുപോയി കത്തി കഴുകി കാറിൽ കയറി രക്ഷപ്പെട്ടു. മാതാപിതാക്കളുടെ വഴക്കിനും കൊലപാതകത്തിനും സാക്ഷികളായ 4 മക്കളും നിലവിൽ പോലീസിന്റെ സംരക്ഷണയിലാണ്. ഹസീനയുടെ സഹോദരൻ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തുന്നത്. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി.